എല്ലാവർക്കും ഇന്ത്യൻ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മട്ടൺ ദം ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ മട്ടൺ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മീഡിയം സൈസ് സവാള ഒരു 6 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ സവാളയെല്ലാം നമുക്ക് വളരെ നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് സവാള ഫ്രൈ ചെയ്യാനായി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത സവാളയെല്ലാം ആ എണ്ണയിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കളർ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാലും ഇത് നമ്മുടെ ബിരിയാണിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ആ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കൈ കൊണ്ട് ഇതൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കാം. എങ്കിലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. കൈ കൊണ്ട് തന്നെ പൊടിച്ചു എടുക്കണം. സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നേരത്തെ വൃത്തിയാക്കി വെച്ച മട്ടൺ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഉണ്ടാക്കേണ്ടത് ഒരു വലിയ പാത്രത്തിലാണ്. ഈ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള നമ്മൾ കൈവച്ച് നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരുന്ന 3 മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പുതിനയില അരിഞ്ഞതോടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കേണ്ടതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. 1 ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി 2-3 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മട്ടൺ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞത് 2-3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മട്ടൺ ആയതുകൊണ്ട് ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാല എല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇത്രയും സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. എന്നിട്ടിത് വേവിച്ചെടുക്കാം. ഒരു 50-55 മിനിറ്റ് വേണ്ടി വരും മട്ടൺ നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മട്ടൺ മസാല അടുപ്പത്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് കുറച്ചധികം കൂടി വേവാനുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യും 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു വലിയ ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതാണ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളം തിളച്ച് തുടങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം എല്ലാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
തിളച്ച് വരുന്ന ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് നമുക്കിത് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചോറ് നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ചോറ് നമ്മൾ നല്ല രീതിയിൽ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടുപ്പത്ത് വെച്ച് നമ്മുടെ മട്ടൻ മസാല എന്തായെന്ന് നോക്കാം. ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. മസാലയിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിനുള്ള മസാലയായി മാറി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇളക്കി വേണം ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. പകുതി ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞൾ കളർ കിട്ടാനായിട്ട് പാലിൽ സ്വല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഒരേപോലെ നിരപ്പാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഫ്രൈ ചെയ്ത സവാളയും കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചോപ്പ് ചെയ്ത മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ദം ചെയ്തെടുക്കണം. അലൂമിനിയം ഫോയിൽ വെച്ച് ഞാനിത് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല വെയിറ്റുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇരിക്കുന്ന ആ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ദം ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബിരിയാണി ദം ചെയ്യാൻ വെച്ചിട്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.